Next question, prove that electric field is zero inside the cavity of a charged conductor. ഒരു ചാർജഡ് കണ്ടക്ടറിനകത്തുള്ള ക്യാവിറ്റിയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇല്ല. വിനായക്, ഇതിനെന്താ പറയുക? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. അപ്പൊ അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. See, we have a charged conductor here. So this is a charged conductor. Okay. Then this is a cavity. So we are going to prove that inside this cavity electrostatic field is zero. Appo nammal we consider a Gaussian surface like this. നമ്മുടെ ചാർജ്ഡ് കണ്ടക്ടറിന്റെ സർഫസിൽ കൂടെ നമ്മൾ ഇതേപോലെ ഒരു ഗോസിയൻ സർഫസ് അങ്ങോട്ട് എടുത്തു. സംശയമുണ്ടോ? എടുത്തു, ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഗോസിയൻ സർഫസ് എടുത്തു. ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താന്ന് പറയൂ. ഫ്ലക്സ് ഇസ് ഈക്വൽ ടു, പറയൂ. ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നാണ്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇനി ഫ്ലക്സ് എന്താണെന്നാണ് ഗോസ് പറഞ്ഞു തന്നത്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ് എന്നാണ്. ഗോസിയൻ സർഫസിന്റെ അകത്തുള്ള ചാർജ് എത്രയെന്ന് നിങ്ങൾ പറയണം. ഗോസിയൻ സർഫസിന്റെ അകത്തുള്ള ചാർജ്, ഇതൊരു കണ്ടക്ടർ അല്ലേ? ഇതൊരു കണ്ടക്ടറാണ്. അപ്പൊ കണ്ടക്ടറിന്റെ എന്നെ ചാർജ് കൊടുത്താൽ ചാർജ് എവിടെ കാണുമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്? സർഫസിൽ കാണുമെന്നല്ലേ പറഞ്ഞേ? അകത്ത് ചാർജ് ഇല്ല എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഞാൻ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ്, ഇതാണ് ഞാൻ ഇപ്പൊ തൊട്ടിരിക്കുന്നതാണ് ഗോസിയൻ സർഫസ്. ഇതിന്റെ അകത്ത് എന്തില്ല? ചാർജ് ഇല്ല. ബിക്കോസ് ഓൾ ദ ചാർജസ് റിസൈഡ് ഓൺ ദ സർഫസ്. അപ്പൊ ഇതിന്റെ അകത്ത് ചാർജ് ഇല്ല. അപ്പൊ ക്യൂവിന്റെ വാല്യൂ എത്ര വരും? 0. അപ്പൊ 0/ε0. ആൻസർ എത്രയായി? 0. അപ്പൊ എത്ര ഇക്വേഷൻ ആയി? ഫ്ലക്സ് കാണാൻ 2 ഇക്വേഷൻ ആയി. LHS സെയിം അല്ലേ? ആർജസ് അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പൊ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു, പറയൂ, 0 എന്ന് കിട്ടി. 2 നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുമ്പം ആൻസർ എത്ര? 0. അപ്പൊ ഇതിനകത്ത് ഒരെണ്ണം 0 ആയാലേ പറ്റൂ. ഏരിയ 0 വരില്ല. അപ്പൊ പിന്നെ ഏതായിരിക്കും 0? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന്റെ വാല്യൂ 0. അപ്പൊ ഇതിന്റെ അകത്ത്, ഈ ഗോസിയൻ സർഫസിന്റെ അകത്ത് എന്തില്ല എന്നാണ് ഞാനിപ്പോ പ്രൂവ് ചെയ്തത്? ഇ ഇല്ല. ഇയുടെ വാല്യൂ 0. ഈ ഗോസിയൻ സർഫസിന്റെ അകത്തല്ലേ ക്യാവിറ്റി? അപ്പൊ അവിടെയും എന്തില്ല? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എങ്ങും എന്തില്ല? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇല്ല. ഓക്കെ, ഞാനിത് ഫുൾ ആയിട്ട് ഒന്നും കൂടെ പറയാം. You consider a charged conductor. The charges reside on its surface. We know. Then we have a cavity here. We are going to prove that inside this cavity E equal to 0. It is an item to be proved. Now I take a Gaussian surface here. It is along the surface of the conductor, charged conductor. Okay, it is a Gaussian surface. Then flux. What is the equation to calculate flux? Flux is equal to, tell me, what is flux? Flux is equal to, flux പറയൂ. ഇവിടെ എവിടെയെങ്കിലും ഒരു ഏരിയ എടുത്തോളൂ. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഒരു ഏരിയ എടുത്തോളൂ. അങ്ങനെ തന്നെ ചെയ്യാം. ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പൊ ഏരിയ വെക്ടർ, ഓക്കെ, ലൈക്ക് ദിസ്. സോ ഏരിയ വെക്ടർ. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ആൾസോ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, ദെൻ ടെൽ മീ വാട്ട് ഈസ് ഫ്ലക്സ്. ഫ്ലക്സ് is equal to integral E dot ds. E dot ds here becomes EDS. So flux is equal to integral EDS. Doubt illa. Ini by Gauss theorem, what is flux? Flux is equal to 1/ε0 times charge enclosed by the Gaussian surface. This is your Gaussian surface. There are charges on the surface of it. No charges inside. Am I right? So this Gaussian surface does not contain any charge. It does not enclose any charge. So Q value is 0. 0/ε0. 0. So we have 2 equations. Equation 1 and 2. LHS same. So RHS should be equated. So tell me, integral E ds is equal to 0. You are multiplying 2 numbers. Answer 0. The area cannot be 0. So what will be 0? E equal to 0. So you have proved that inside the Gaussian surface electrostatic field is 0. Inside the Gaussian surface electrostatic field is 0. See, this cavity is actually inside the Gaussian surface. So there electrostatic field is 0. So we got our result. Inside the Gaussian surface electrostatic field is 0. Our cavity comes in that region. So there also the electrostatic field is 0. So that is our result.